വന്നാ ശരത്തിന്റെ അവിടെ നിന്ന് മാച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കാണാൻ വരുന്നോണ്ട് പോയില്ല. പിന്നെ ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നാളെ മറ്റന്നാൾ ഇത്തിരി തിരക്കായിരിക്കും. നമ്മുടെ സുഹൃത്തിന്റെ ചേച്ചിയുടെ കല്യാണം. പക്ഷെ അതൊന്നും നീ നോക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചു. അത് കുഴപ്പമില്ല, തിരക്കല്ലേ. അവിടെ ശില്പയുടെ കല്യാണത്തിന് ഞാൻ ഏത് ഡ്രസ് ഇതായിരുന്നു? ഏതെങ്കിലും പിന്നില്ലേ +2 റിയൂണിയൻ വരുന്നുണ്ട്, അഭിഷേകൊക്കെ വരും. എടി എത്ര നാളായി കണ്ടിട്ട്. നീ നാളെ ഒന്ന് കഫേ വരും. ഇറങ്ങാനൊന്നും പറ്റത്തില്ല, എനിക്ക് PSCയുടെ എക്സാം ഉണ്ട്, കൊറേ പഠിക്കാനുണ്ട്. എടി നിനക്കെന്നെ കാണണമെന്നൊന്നുമില്ല, നിനക്ക് എന്റെ ഒരു സ്നേഹമില്ലേ ഇപ്പൊ? നിനക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചോ. എന്നാ നീ വെച്ചോ. ഓക്കെ. എടാ എത്ര നാളായിടാ നമ്മളൊന്ന് കണ്ടിട്ട്. നീ എന്നെ ഒന്ന് നാളെ കാണാൻ വരുമോ? കഴിഞ്ഞ മാസമല്ലേ കണ്ടത്, ഇപ്പൊ ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ടല്ലോ. എടാ പ്ലീസ് എടാ. ഇവിടെ മനുഷ്യന് 100 കൂട്ടം ജോലിയുണ്ട്, നീ വെച്ചിട്ട് പോയ. എന്റെ പൊന്നു ഗായത്രി, നീ ഇപ്പൊ കാണിക്കുന്നൊന്നും എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. നിനക്ക് ശരിക്കും എന്റെ അടുത്ത് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അത് നീ അഭിനയിക്കണം. ഞാൻ വെക്കാണ്. പറഞ്ഞോ. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു ഗായത്രി, നീ എന്നെന്താ വിളിക്കാത്ത? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എടാ നീ ഫ്രീ ആവുമ്പോ പോലും എന്നെ ഒന്ന് വിളിക്കാത്ത എന്താ? എന്റെ പൊന്ന് ഗായത്രി, എനിക്ക് 24 മണിക്കൂർ നിന്റെ പിറകെ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാനൊന്നും പറ്റില്ല. എടാ ഞാൻ പറയുന്നു. എടാ ഒന്ന് പറയണ കേൾക്കാനോട് മിണ്ടും. എടി നിനക്ക് എന്തോ വേണം? ആ പറ. എന്റെ പൊന്ന് ഗായത്രി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ എന്തേലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറ. എടി നീ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യാതെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് ഇതിന്റെ അപ്പുറമാണ് ഞാൻ അനുഭവിച്ചോണ്ടിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തപ്പോൾ നിനക്ക് ഇത്രയും ഹേർട്ടായില്ലേ? എടാ ഒരു റിലേഷനില് ഈ ടൈമും എഫോർട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഇടണം, മനസ്സിലായോ? സോറി കിച്ചു, എനിക്ക് കുറച്ച് സമയം വേണം. എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രം എപ്പോഴും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആവില്ല. രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകത്തുള്ളൂ. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഒരു ഈക്വൽ എഫേർട്ട് വേണം. അത് മുന്നോട്ട് പോകണമെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരാൾ മാത്രം കിടന്ന് പ്രയത്നിച്ചിട്ട് പിന്നീട് ആ ആൾ റിയലൈസ് ചെയ്യുമ്പോൾ വീണ്ടും ആ ആൾ എഫേർട്ട് ഇടുമ്പോൾ മറ്റാൾക്ക് ഇൻട്രസ്റ്റ് പോകുന്നത് അങ്ങനെ ആവരുത് ഒരിക്കലും. കാരണം ഒരാൾ നമ്മളെ അത്രയും ഇഷ്ടപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ടൈം അറ്റ്ലീസ്റ്റ് എങ്കിലും ഒരു പത്ര ബിസി ആണെങ്കിൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈമെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കുക, സംസാരിക്കുക, കേൾക്കുക. അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അപ്പം അവർക്ക് കൊടുക്കേണ്ട ടൈം കുറച്ചെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ റിലേഷൻഷിപ്പിലും വേണ്ട ഒരു കാര്യമാണ് ഈ ഈക്വൽ എഫേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ ചീറ്റിംഗ് ആവണം? ചീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണത് ഫിസിക്കലി മാത്രമല്ല, മൈൻഡിലാണ്. ഇപ്പൊ ജസ്റ്റ് ചാറ്റിംഗ് അല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്താ പ്രോബ്ലം? ചാറ്റിംഗ് അല്ല പ്രശ്നം, അത് ചെയ്യാനുള്ള ഇന്റന്റ് ആണ്. എടാ അതിനെന്താ പ്രശ്നം? അവര് മീറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താടാ, അവർ ഓൾറെഡി കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞില്ലേ. അല്ല നീ എന്താണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഈ മെസ്സേജ് അയക്കണൊക്കെ ചീറ്റിംഗ് ആണെന്നാണോ? എടാ മെസ്സേജ് അയക്കണ ചീറ്റിംഗ് ആണെന്നല്ല, പക്ഷെ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അത്രയും വിഷമം ഉണ്ടാവുന്നുള്ള അറിഞ്ഞിട്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ചീറ്റിംഗ്. ചീറ്റിംഗ് ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ലടാ, അതൊരു ചോയ്സാണ്. ഒരു മെസ്സേജ് നേരം തുടങ്ങുന്നത്.
ചീറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ചോയ്സ് ആണ്. അത് ആരുടെയും ഒരിതല്ല. അത് അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരം കാണിക്കുന്ന ഒരു ഒന്നാണ്. ഈ റിലേഷൻഷിപ്പ് ഇരിക്കുമ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഇപ്പം പുറത്താരുടെങ്കിലും സംസാരിക്കുന്നെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ട്രൈ കൺവേ ചെയ്യാൻ നോക്കുക പാർട്ട്ണറിനോട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് മറച്ചു വെച്ച് അത് അവര് കണ്ടുപിടിക്കുമ്പം അവർക്കുണ്ടാവുന്ന ആ ഒരു വിഷമം എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രത്തോളം അത് ഭയങ്കരമായിട്ട് ഒരു മാനസികാവസ്ഥയാണത്. അപ്പം ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ ഒരു ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു സാധനം ബിൽഡ് ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. ഇല്ലെങ്കിൽ അടുത്ത അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആള് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ തകരുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരിക്കും ഈ സംഭവം അറിയുമ്പോൾ.